മറ്റൊരു വിഷയം, താങ്കളുടെ മണ്ഡലംകാരിയായിട്ടുള്ള ഒരു CPM നേതാവ് KJ ഷൈൻ, അവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പേജുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു. താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് അത്തരമൊരു ആക്രമണം നടന്നത് ഇന്ന് അവർ പറയുന്നത്. എന്താണ് അത്? ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാണ്? ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും. കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാ. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാ അങ്ങനെ ചെയ്യരുത്. കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് കൊടുത്തത്. ഇതെങ്ങനെയാണ് പുറത്തു പോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട്, വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ആസൂത്രിതമായി തല്ല നടത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ വേട്ടയാടുമാണ്. എന്താ പറയുക, ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന്? നിങ്ങൾ അന്വേഷിക്കും. ഞാൻ കോൺഗ്രസുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അത് എന്റെ തലയിൽ വെക്കണ്ട. ആര് എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ഏത് പാർട്ടിക്കാരനായാലും. ഏതാണ്? അവിടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ എന്നെ പരാതിയായി വന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് എന്റെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ ഞാനത് KPCC പ്രസിഡന്റിനും DCCക്കും ഫോർവേഡ് ചെയ്യും. അല്ല, എന്തെങ്കിലും പരാതി വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യും. വേണ്ട നടപടികൾ പാർട്ടി എടുക്കും. ഞാനല്ല. ഈ ഒരു കാര്യത്തിൽ സഖാക്കളെ തന്നെ കൊത്തി വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു മാസം മുമ്പ് തുടങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വേട്ടയാടലുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടി അതിന് മാധ്യമങ്ങൾ നേതൃത്വം കൊടുത്തു. ആരോപണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വേട്ടയാടൽ ഒരു മാസം മുമ്പ് തുടങ്ങിയതാണ്. എന്തിനധികം പറയുന്നു, ആരോപണം ഉന്നയിച്ച യുവതികൾ പോലും നിയമ നടപടിക്കില്ല, പരാതിക്കില്ല, തെളിവുകളില്ല എന്നും പറഞ്ഞ് കൈകഴുകി മാറി നിന്നിട്ടും മാധ്യമങ്ങൾ രാഹുലിനെ വേട്ടയാടുന്നതും സൈബറിടങ്ങളിൽ രാഹുലിനെതിരെയുള്ള വേട്ടയാടലുകളും സൈബർ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒന്നും ഒരു കുറവും ഉണ്ടായില്ല. രാഹുലിന്റെ വീട്ടിലേക്ക്, VD സതീശന്റെ വീട്ടിലേക്ക്, കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് ഒക്കെ സമരങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചുകളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴേ ഈ സഖാക്കൾ വേട്ടയാടുന്നത് അതും ഒരു വനിതാ സഖാവിനെയാണ്. ഇവിടെ ഇരകൾ എന്ന് പറയുന്ന രണ്ടുപേരും സഖാക്കളാണ്. ഈ കേസിന്റെ അധികം ഉള്ളിലേക്കോ ഇതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചോ ഇതിന്റെ വിശദാംശങ്ങളെ കുറിച്ചോ ഇതിലെ വ്യക്തികളെ കുറിച്ചോ ഒന്നും പ്രതിപാദിക്കുന്നില്ല. ഇതിൽ വേട്ടയാടപ്പെടുന്നവർ സഖാക്കൾ, വേട്ടയാടുന്നവരും വേട്ടക്കാരനും ഇരയും രണ്ടും സഖാക്കൾ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ആദ്യം രാഹുലാണെങ്കിൽ ഇപ്പൊ മറ്റൊരാൾ. ആദ്യം വേട്ടക്കാരൻ ആരായിരുന്നു? സഖാക്കളായിരുന്നു. ഇര രാഹുലായിരുന്നു. ഇന്ന് ഇരയും സഖാവ്, വേട്ടക്കാരനും സഖാവ്. എന്തിനു വേണ്ടിയിട്ടാ? പിണറായി വിജയന്റെ പരാജയങ്ങൾ, പിണറായി വിജയന്റെ കഴിവില്ലായ്മ, പിണറായി വിജയന്റെ കെടുകാര്യസ്ഥത, പിണറായി വിജയന്റെ സ്വജനപക്ഷപാതം, പിണറായി വിജയന്റെ പോലീസിന്റെ ക്രൂരത, പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള ദയനീയമായ തോൽവി, ഈ തോൽവികളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്റെ നെഞ്ചത്തോട്ട് കയറേണ്ട കാര്യമില്ല, എന്തുണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് വരണ്ട, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനൊക്കെ തന്നെ, അത് ശരിയാണ് എന്ന് കരുതിയിട്ട് എന്തുണ്ടെങ്കിലും എൻ്റെ നെഞ്ചത്തോട്ട് കയറേണ്ട കാര്യമില്ല. ഇത് പൊട്ടിപ്പുറപ്പെട്ടത്, ഈ ചർച്ചകൾ ഉണ്ടായത് ആദ്യം എവിടുന്നാണ്, എങ്ങനെയാണ് ഈ കഥകൾ പുറം ലോകം അറിഞ്ഞത് എന്നുള്ളതാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ആ വാക്കുകളിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കഥകൾ എങ്ങനെ പുറത്തു വന്നു? ആരാണിത് ആദ്യം പുറത്തുവിട്ടത്? സഖാക്കൾ തന്നെയല്ലേ? സഖാക്കളുടെ ഹാൻഡിലുകളിൽ നിന്നല്ലേ ഈ കഥകൾ പ്രചരിച്ചത്? എറണാകുളത്തെ പാർട്ടിയിൽ CPM അകത്തുള്ള വിഭാഗീയത, എറണാകുളത്ത് CPM തമ്മിത്തല്ല്,
ഈ തമ്മിൽ തല്ലിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഇപ്പൊ ഈ സഖാവ് എന്ന് പറയുന്നത്. ആ സഖാവിനെ വേട്ടയാടുന്നതാവട്ടെ സൈബർ ഹാൻഡിലുകളിലൂടെ. ഏത് തരത്തിൽ? നിങ്ങളൊരു കാര്യം ഓർക്കണം, വി.ഡി. സതീശനെതിരെ സൈബർ ആക്രമണം ഉണ്ടായ അതേ ഹാൻഡിലുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ സഖാവിനെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് കോൺഗ്രസിന്റെ പേരിൽ വ്യാജ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ആ ഐഡികളിൽ നിന്ന് വി.ഡി. സതീശനെതിരെ ആക്രമണം ആദ്യം അഴിച്ചു വിട്ടു. രാഹുലിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ കോൺഗ്രസുകാർ പ്രതികരിക്കുന്നു എന്ന തരത്തിൽ വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്തുവാനുള്ള ആക്രമണങ്ങൾ നടത്തിയ അതേ ഹാൻഡിലുകൾ ഇപ്പോ സഖാവിനെ വേട്ടയാടുന്നു. അതായത് സഖാവിനെ സഖാക്കൾ തന്നെ വേട്ടയാടുന്നു. പാർട്ടി തന്നെ ഇല്ലാതെയാക്കുന്നു. പിണറായി വിജയന് വേണ്ടി. പിണറായി വിജയന്റെ പരാജയം, പിണറായി വിജയന്റെ തോൽവി, പിണറായി വിജയന്റെ കഴിവില്ലായ്മ, അതിനെ മറച്ചു പിടിക്കുവാൻ വേണ്ടി ആദ്യത്തെ ഇര രാഹുലായിരുന്നുവെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ഇര സഖാവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ പൊതു മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം പാസാക്കുകയുണ്ടായി. ആ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തപ്പോ അവിടെ ആ അടിയന്തര പ്രമേയത്തിലെ വിഷയം എന്ന് പറയുന്നത് ഈ 2025 തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഈ വരുന്ന 9 മാസമായിട്ട് കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന തോതിലുള്ള നിരക്കിലുള്ള വില വർധനവാണ് ഉള്ളത്. സാധന സാമഗ്രികൾ, വീട്ടിന് ഭക്ഷണ സാമഗ്രികൾ എല്ലാം വളരെ വലിയ വിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത്. ഇതേക്കുറിച്ച് ചർച്ചയ്ക്കാൻ ഒരു മാധ്യമങ്ങളുമില്ല. മാധ്യമങ്ങളിൽ ചർച്ച ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടമായിരുന്നു. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടം മാറി ഇപ്പൊ സഖാവായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ചർച്ച. ഇത്തരത്തിൽ സമൂഹത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാക്കി, പുകമറയുണ്ടാക്കി, ആ പുകമറയിലൂടെ പിണറായി വിജയന്റെ പരാജയങ്ങളെ മറച്ചു പിടിക്കാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് സഖാക്കളെ തന്നെ വേട്ടയാടുകയാണ് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള പരാജയങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്തും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒന്നും തിരിച്ചു കിട്ടരുത്. എല്ലായിടത്തും വ്യക്തികളുടെ സ്വാതന്ത്ര്യങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ നമ്മൾ മാനിച്ചു നൽകണം എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് രാഹുലിന്റെ കാര്യത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, താൻ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടാവരുത് എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകരോട് താൻ ആവശ്യപ്പെട്ട വ്യക്തിയാണ്. തനിക്ക് ഇതിൽ ഈ ഒരു കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ അറിവുമില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ്. അപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്തെ പാർട്ടിയിലുള്ള പോരുകൾ മറക്കാൻ വേണ്ടിയിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അതിൽ ഒരു സീറ്റ് ഉറപ്പിച്ചെടുക്കുവാനുള്ള മത്സരത്തിനിടയിൽ സഖാക്കളെ തന്നെ കുത്തി മുറിവേൽപ്പിച്ച് നാട്ടിന് മുന്നിൽ പൊതുമധ്യത്തിൽ ഇങ്ങനെ അവഹേളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവസാനം ഇതൊക്കെ കൊണ്ടുപോയി ചെന്ന് പ്രതിപക്ഷ നേതാവിന്റെ തലയിൽ അങ്ങ് കെട്ടിവെച്ച് കൊടുക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം രാഹുലിന്റെ വിഷയത്തിൽ രാഹുലും വേട്ടക്കാരൻ സഖാക്കളുമായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ വിഷയത്തിൽ ഇരയും വേട്ടക്കാരനും സഖാക്കൾ തന്നെയാണ്. പാർട്ടിയിലെ തമ്മിൽ തല്ല്, പാർട്ടിയിലെ ചേരിപ്പോര്, പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ, ഇതൊക്കെ ആണ് ഇതിനുള്ള കാരണം. അത് എങ്ങനെയാണ് അതിനുള്ള കാരണമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പരാതി നൽകപ്പെട്ടിരിക്കുന്ന സൈബർ ഇടങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം ഒരു മാനവുമില്ലാണ്ട് നടത്തുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഈ കഥ പുറം ലോകത്ത് പടച്ചുവിട്ടത് ആരാണ്? ഈ കഥ പുറം ലോകത്തെ മാലോകരെ അറിയിച്ചത് ആരാണ്? ഇതൊക്കെ വന്നിരിക്കുന്നത്, ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് ഇതൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കോ ഇതിൻ്റെ ഉള്ളറകളിലേക്കോ ചെന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ സൈബർ ആക്രമണങ്ങളെ കുറിച്ച്, അത് വി.ഡി. സതീശന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ച് അതാണ് പറഞ്ഞത്. എറണാകുളത്തെ പാർട്ടിയിലുള്ള തമ്മിൽ തല്ല്, അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സീറ്റിന് വേണ്ടിയുള്ള പിടിവലി, ആ പിടിവലിയുടെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഈ പറയപ്പെടുന്ന വനിതാ സഖാവ്. അതുപോലെ ആ മറ്റേ MLA ആയിട്ടുള്ള സഖാവും അതിൻ്റെ ഇരകളാണ്.
ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതും ഈ പറയുന്ന സഖാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു പുകപടലങ്ങൾ ഉണ്ടാക്കണം, ഒരു പുകമറ സൃഷ്ടിക്കണം. അവിടെ പിണറായി വിജയന്റെ ഭരണ പരാജയങ്ങൾ, പിണറായി വിജയന്റെ തോൽവികൾ, പിണറായി വിജയന്റെ വീഴ്ചകൾ, പിണറായി വിജയന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ, ഇതൊന്നും എവിടെയും ചർച്ചയാവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ഈ സഖാക്കൾക്കുണ്ട്. അതിന് കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തന്നെ ബലിയാടാക്കേണ്ടി വന്നാലും അതിനും കുഴപ്പമില്ല. എന്തെങ്കിലും കാണിച്ചിട്ട് പിണറായി വിജയന്റെ മുഖം സംരക്ഷിച്ചെടുക്കണം, അതിന് യാതൊരുവിധ പോറലും ഏൽക്കരുത്. അതാണ് ആകെയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്.